ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗ്രീനി ശിശിര. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഞാനും എൻ്റെ ഫാമിലിയും കൂടെ ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ പോവുകയാണ്. അപ്പോൾ ഇത് എൻ്റെ ഗിഫ്റ്റാണ് എൻ്റെ ഫാമിലിക്ക്. അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ്, അത് നടത്തി കിട്ടുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂരായ കാരണം കൊണ്ട് നെടുമ്പാശ്ശേരിയിലോട്ട് ബസ്സിലാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങളിത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ്. വേഗം തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടി. ഞങ്ങൾ ഡയറക്റ്റ് നെടുമ്പാശ്ശേരിയിലോട്ട് പോവാണ് കേട്ടോ ഉണ്ടായത്. ഒടുവിൽ ഞങ്ങൾ ബസ് ഇറങ്ങി അവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് ഞങ്ങൾ നെടുമ്പാശ്ശേരിയിലോട്ട് പോയത്. കാരണം അവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓട്ടോ പിടിച്ച് ഞങ്ങൾ ഡൊമസ്റ്റിക് എയർപോർട്ടിലോട്ടാണ് പോയത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, കാരണം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഓരോ ആൾക്കാരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്, നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുഖത്ത് കാണാം നിങ്ങൾക്ക് അല്ലേ. 10:55 കേട്ടോ ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 9:55 അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 9:55 ആയപ്പോഴത്തേന് ഞങ്ങളവിടെ എത്തി. അപ്പോൾ അതേ അകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ആധാർ കാർഡ് മാത്രം മതി, കാരണം നമ്മൾ ഡൊമസ്റ്റിക് അല്ലേ. അപ്പോൾ അത്രയും വേണ്ടുള്ളായിരുന്നു. അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റി ചെക്കിൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ ലിഫ്റ്റ് കയറി മുകളിലോട്ട് പോയി. അവിടെയും കുറച്ച് ചെക്കിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ മേടിച്ചായിരുന്നു. അങ്ങനെ ലിഫ്റ്റിൽ മുകളിലേക്ക് എത്തി. അപ്പോഴാണ് ബാഗൊക്കെ അഴിച്ച് പിന്നെയും ചെക്കിങ് ഉണ്ടെന്ന് കണ്ടത്. ഹലോ നമ്മൾ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇത്തിരി സ്ലോ ആയിട്ടാണ് പോയത്. അപ്പോഴത്തേനും നമ്മളെ ഇൻഡിഗോക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു ബസ് അവിടെ വെയിറ്റിംഗ് ആണ്, വേഗം വരണം എന്ന്. അപ്പോൾ പിന്നെ ഒരു ഓട്ടോ ആയിരുന്നു. അപ്പോൾ ബസ് അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോവാണ്. എനിക്ക് ഈ ഹൈറ്റ്സൊക്കെ പേടിയുള്ള കാരണം കൊണ്ട് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. പക്ഷേ ബാക്കി ഫാമിലി എല്ലാവരും ഭയങ്കര ത്രിൽഡായിരുന്നു. എനിക്ക് ത്രില്ലിനായിട്ടും എക്സൈറ്റ്മെൻറ്റിനായിട്ടും ടെൻഷനായിരുന്നു. എന്തെങ്കിലും ആവോ, സ്ട്രെസ്സായിട്ട് ഞാൻ ഇല്ലാണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ലേറ്റാക്കിയ പോലെ വേറെയും ചിലർ ലേറ്റാക്കിയോണ്ട് ബസ് ഇത്തിരി വൈകിട്ട് എടുത്തത്. അങ്ങനെ എല്ലാവരും വന്നത് ബസ് ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഫ്ലൈറ്റ് മാറി മാറി നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെയല്ല കേട്ടോ, ഇൻഡിഗോ ഭയങ്കര ചെറുതായിരുന്നു. ഞാൻ ഭയങ്കര വലുപ്പമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഭയങ്കര ചെറുതൊരു കുട്ടി പ്ലെയിനായിരുന്നു. അങ്ങനെ കയറുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ കയറി ഇരുന്നു. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബുക്ക് ചെയ്ത സീറ്റിൽ നമ്മളിരുന്നായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്ത് മാറ്റി. കാരണം വെയിറ്റ് ബാലൻസ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് വേറൊരിടത്ത് ഇരുത്തി. അവിടെയും നമ്മൾ ബെൽറ്റൊക്കെ ഇട്ട് റെഡി ആയി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും വന്നിട്ട് പറഞ്ഞു അത് റിസർവ്ഡ് ആണ്, അവിടെ വേറെ ആൾക്കാർ വരും എന്ന് പറഞ്ഞിട്ട് പിന്നെയും. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ ആദ്യമേ സമ്മതിച്ച കാരണം കൊണ്ട് പിന്നെയും നമ്മളെ കളിപ്പിക്കുന്ന പോലെ തോന്നി ഞങ്ങൾക്കത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇൻഡിഗോൻ്റെ സൈഡിൽ നിന്ന്. അങ്ങനെ ഫൈനലി ഞങ്ങൾ പ്ലേസ്ഡായി. ഈ സ്ഥലത്ത് നിന്ന് ഇനി എണീക്കില്ല എന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പ്രഷൻ മാറുന്നത് ഒരു വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഫ്ലൈറ്റ് ഉയരാൻ ഇത്തിരി ടൈം എടുത്തു. അത് നോക്കിയിരുന്ന് ഒരുപാട് നേരം പോയായിരുന്നു. പിന്നെ പയ്യെ അത് എടുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു സാൻഡ്വിച്ച് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു. കുഴപ്പമില്ല, ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ടാണ്. പക്ഷേ ഇതിന് 500 രൂപയാണ് വില. അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് മേടിച്ച് ഷെയർ ഇട്ട് കഴിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ ആൻഡ്രോയിഡ് ബസ് വരുമ്പോൾ തിരിച്ച് TVM എയർപോർട്ടിലെത്തി. അപ്പോൾ ഓരോരുത്തരോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ. പിന്നെ അവിടെ എത്തി ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടു. നല്ല എയർപോർട്ടായിരുന്നു. അതിരാവിലെ ഇറങ്ങിയ കാരണം കൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. സാൻഡ്വിച്ച് കുറച്ച് കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് ലുലു മോളൊക്കെ ഒന്ന് പോകാനായിട്ട്. എയർപോർട്ടിൽ നല്ല ഗ്രീനറിയൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ വെറുതെ എടുത്തു. പിന്നെ ഞങ്ങളിത് പുറത്തേക്ക് വന്നു. അപ്പോൾ ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു ലുലു മോളിലോട്ട്. അപ്പോൾ ഓട്ടോ വരാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങളിത് ലുലു മോളെത്തി. കൊച്ചി ലുലു മോൾ പോയിട്ടുണ്ട്. ട്രിവാൻഡ്രം ആദ്യമായിട്ടാണ്, കാരണം ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇത് പണി നടക്കുമായിരുന്നു. അപ്പോൾ ഭയങ്കര വലുതാണ് കേട്ടോ. അങ്ങനെ വിശപ്പ് സഹിക്കാൻ വേണ്ടി ഞങ്ങളത് നേരെ കയറിയത് ബാർബിക്യൂ നേഷനിലാണ്. അവിടെ ഒരു ബൊഫേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ഓഫറായി തോന്നിയുകൊണ്ട് അവിടെ കയറി. ഒരുപാട് ഫുഡ് ഐറ്റംസ്, ഈ ടേബിളിൽ കാണുന്ന അത്രയും ഫുഡ് ഐറ്റംസ് ഞങ്ങൾ ഓർഡറല്ല, ബൊഫേ നമുക്ക് ആവശ്യമുള്ള എടുക്കാം. അങ്ങനെ അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. എല്ലാം കഴിച്ച് ഇനി ഡെസേർട്ട്സും കൂടെ എടുത്തപ്പോഴാണ് ഒന്ന് ആശ്വാസമായത്. നല്ല ടേസ്റ്റായിരുന്നു.
ഇത്രയും ഫുഡൊക്കെ കഴിച്ചിട്ടും 2200 ആയുള്ളൂ. ഭയങ്കര ലാഭമായിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ പോയത് PVRലോട്ടാണ് തലവൻ മൂവി കാണാനായിട്ട്. പക്ഷേ അത് 1:45 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ തന്നെ 2:10 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ എന്നാലും കയറി സിനിമ കണ്ടു, ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയി. ഒടുവിൽ ഒരു ചായക്കടയല്ല, ചായ ചെയ്യുന്ന ഷോപ്പിൽ നിന്ന് ചായയൊക്കെ മേടിച്ചു. ഏകദേശം 220 രൂപ കേട്ടോ. അത്യാവശ്യം കത്തിയാണ്, എന്നാലും കഴിച്ച് ഇറങ്ങി. പിന്നെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ നേരെ പോയത്. ആൻറ്റിക്ക് കുറേ കാലത്തിന് ശേഷം ഞങ്ങളെ കണ്ടതിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അമ്മയും ആൻറ്റിയും കൂടെ ഇരിക്കുകയാണ്. പിന്നെ ഒരുപാട് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പിറ്റേ ദിവസം പുലർച്ചെ തന്നെ പോരണമായിരുന്നു. കാരണം വന്ദേ ഭാരത് ട്രെയിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ആൻറ്റി പറഞ്ഞു നമുക്ക് മാൾ ഓഫ് ട്രാവൻകൂർ പോകാമെന്നുള്ളത്. അപ്പം നമ്മളത് റെഡിയായി ഇറങ്ങി കേട്ടോ. ഞങ്ങൾ നേരെ പോയത് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. അപ്പോൾ ആൻറ്റി പറഞ്ഞു ഇഷ്ടമുള്ളത് എന്താണെന്ന് ചോദിച്ചോളാൻ. അപ്പോൾ ഡ്രസ്സ് കുറച്ച് നോക്കി, പക്ഷേ എങ്കിൽ ഡ്രസ്സിനായിട്ടും താല്പര്യം തോന്നിയിട്ട് ഇതേപോലെ ചെരുപ്പൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഫ്ലൂറസൻറ്റ് ഗ്രീൻ കളറുള്ള ചെരുപ്പ് ഞാൻ എടുത്തായിരുന്നു കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ വേറെയും കുറച്ച് സാധനങ്ങളോടെ മേടിച്ചിട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പുറത്തുള്ള ആര്യാസ് റെസ്റ്റോറൻറ്റിൽ പോയി. അവിടെ നിന്ന് മഷ്റൂം ദോശ, പനീർ ദോശ, മസാല ദോശ, അങ്ങനെ കുറേ വെറൈറ്റീസ് മേടിച്ചു. പിന്നെ കോഫി മേടിച്ചു. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് സ്നാക്സും കൂടെ ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ചെറിയ വ്ളോഗ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ എന്തൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു, ബൈ.